മത്സരം. ഹല്ലേലൂയ. ആ വ്യക്തി മത്സരിക്കുകയാണ്, ആ വ്യക്തി മറുതലിക്കുകയാണ്. അവൻ പറയുകയാണ്, യഹോവ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നാലും ഇത് സാധ്യമല്ല. ബുദ്ധി കൊണ്ട്, നിലവുകൾ കൊണ്ട് ദൈവപ്രവൃത്തിയെ ആരാധന. ഹല്ലേലൂയ. സഖര്യാവിനോട് ഒരിക്കൽ ദൈവത്തിന്റെ ദൂതമെന്ന് പറഞ്ഞു, നിനക്കൊരു മകനെ ലഭിക്കും. സഖര്യാവ് പറഞ്ഞു, ഇത് അസംഭവ്യമാണ്. ദൂതൻ പറഞ്ഞു, ഈ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകും, അതുവരെ നിന്റെ നാവ് പൊങ്ങുകയില്ല. മറിയ കന്യകയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂത് പറഞ്ഞു, നിനക്കൊരു മകനുണ്ടാവും. മറിയ പറഞ്ഞു, കർത്താവിന്റെ ദാസി, അവിടുത്തെ ഹൃദയം പോലെ എന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. ഒരേ ദൂതാണ് രണ്ടുപേരോടും പറഞ്ഞത്. ഒരുവൻ പുരോഹിതനാണെങ്കിലും ദൈവിക ദൂത് ഏറ്റെടുത്തില്ല. മറ്റത് വിവാഹം ചെയ്യാത്ത, സാധ്യതകളില്ലാത്ത ഒരു സാധാരണപ്പെട്ട വ്യക്തിത്വം അവൾ ആ ദൂത് ഏറ്റെടുത്തു. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന ഒരു ദൂത്, അതിന്റെ സാധ്യതകൾ നീ ആരായുകയാണെങ്കിൽ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ മത്സരിപ്പ്, മറുതലിപ്പ് ദൈവിക ദൂതിനോട് വെളിപ്പെടും. ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. എന്നാൽ മറിയ പ്രാർത്ഥിച്ചതുപോലെ, മറിയ ആഗ്രഹിച്ചതുപോലെ, ആടിയൻ കർത്താവിന്റെ ദാസി, ആടിയൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിത പോലെ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. ഇന്ന് രാത്രിക്കാലം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അസാധ്യമായ സംഭവങ്ങൾ, അസാധ്യമായ ദൈവപ്രവൃത്തി, അസാധ്യമായ ഏതൊരു വിടുതലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഈ വേദിയിൽ നിൽക്കേണ്ട യാതൊരു അനുഭവവും അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിലായി. ഞാനിവിടെ ചില മാസങ്ങൾക്ക് മുമ്പ് കടന്നു വന്നപ്പോൾ വളരെ യാദൃശ്ചികമായി കടന്നു വന്നതാണ്. ദൈവം എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഷെയർ ചെയ്ത വിഷയമാണ്. ദൈവം പറഞ്ഞു, PMT ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്ക് ഇങ്ങനെ ഒരു ചർച്ചിനെ കുറിച്ച് അറിയില്ല. ദൈവം പറഞ്ഞു, ഒരു പോഷനെ പോലെ ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം ഒന്നല്ല 2 പ്രാവശ്യം കഴിച്ചു. ഹല്ലേലൂയ. സാധ്യതകളെ ആരാഞ്ഞില്ല, ഒരു വ്യക്തിയുടെ പുറകിന് പോയില്ല. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോഴല്ല, അപ്പോൾ വെളിപ്പെടുന്നിരിക്കാം. ഓൾ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ടതും ഇരിക്കാം. പക്ഷേ ആധികാരികമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഹൃദയം ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഹൃദയത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രികാലവും ആ യേശു കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അകമ്പടി നായകൻ പറഞ്ഞു, യഹോവ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും ഇത് സംഭവിക്കുകയില്ലെന്ന്. പ്രവാചകൻ അവനെ നോക്കി ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല. അവിശ്വാസം കൊണ്ട് ദൈവപ്രവൃത്തിയെ തടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവപ്രവൃത്തി ഒരു വ്യക്തിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ വെളിപ്പെടും. ആ അധ്യായം അവസാനിക്കുമ്പോൾ അകമ്പടി നായകൻ അവന് ഒരുപാട് പൊസിഷനുണ്ട്. ദൈവത്തിന്റെ ദൂത് അവൻ എതിർത്തത് കൊണ്ട് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. ദൈവിക ദൂതിനെതിരെ നിന്നാൽ, ദൈവിക വാഗ്ദാനങ്ങൾക്ക് മറുതലിച്ച് നിന്നാൽ പലപ്പോഴും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നന്മയെന്ന തിന്മയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഒരു മടങ്ങിവരവൻ ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഉയർന്ന ഉദ്യോഗം കാണുമായിരിക്കാം, ഒരുപക്ഷെ നീണ്ട വർഷങ്ങളുടെ ആത്മീയ ജീവിത പരിചയം കാണുമായിരിക്കാം. ഇന്ന് രാത്രിക്കാലം അതും വെച്ചൊരിക്കലും ദൈവിക ദൂതുകളെ, ആലോചനകളെ അളക്കരുത്. അകമ്പടി നായകൻ ശ്രേഷ്ഠനായ വ്യക്തിയാണ്, രാജാവിനോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ദൈവത്തിന്റെ ദൂത് മറുതലിച്ച് കിടന്നപ്പോ ജനത്തിന്റെ കാൽക്കീഴെ ചവിട്ടി മെതിയുവാനിടയായി. രാത്രികാലം നിന്റെ പൊസിഷനോ നിന്റെ വലുപ്പമോ ദൈവത്തിന്റെ സെക്കൻഡുകളും അത് എടുത്ത് ദൂരെ കളയുവാനായിട്ട് കാര്യം എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ ദൂതിനോട് മറുതലിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വചനത്തോട് മത്സരിക്കുന്നവരെ കുറിച്ച് 107-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് 10-ാമത്തെ വാക്യത്തിൽ. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയോട് മത്സരിച്ചാൽ, ദൈവത്തിന്റെ വചനത്തോട് മത്സരിച്ചാൽ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയം ജീവിതത്തിലെ മത്സരം, മറുതലിപ്പ്. നാലാമതൊരു വിഷയം കൂടെ പറഞ്ഞാൽ പോയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
രാജാക്കന്മാരുടെ പുസ്തകം വായിച്ച പുസ്തകം തന്നെ 5-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധയിട്ടിരിക്കാം. 5-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എലീശയുടെ അടുക്കലേക്ക് നയമാൻ എന്ന് പറയുന്ന അരാം രാജ്യത്തിലെ സേനാധിപതി കടന്നു വരികയാണ് അവനെ കുഷ്ഠം മാറുവാനായിട്ട്. അവൻ കടന്നു വന്ന് പ്രവാചകൻ അവനെ വിടുവിക്കും എന്നുള്ള താല്പര്യത്തോടെ കടന്നു വന്നു. പ്രവാചകൻ അവനെ നോക്കി പറഞ്ഞു, അകമ്പടി നായക നയമാനെ, സേനാധിപതി, നീ ഒരു കാര്യം ചെയ്യണം. നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണം. ഇവൻ എന്താ മറുപടി കൊടുത്തു? മുങ്ങാം, പക്ഷേ യോർദാനിൽ മുങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ എവിടെ പോയി മുങ്ങിക്കോളാം? ഞങ്ങളുടെ നാട്ടിൽ അബാനയും പർപ്പരുമുണ്ട്. വാക്യം 12. അബാനയും പർപ്പരും എത്ര യോഗ്യമായ നദിയാണ്. രാത്രികാലം ഞാനൊരു ദൂത് വിളിച്ചു പറയാം. പൊന്നു നയമാനെ, അബാനയും പർപ്പരും നിന്റെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവിടെയൊക്കെ മുങ്ങിയാൻ പോരായിരുന്നു. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എലീശയുടെ വാക്കുകൾ കേൾക്കാനാവുന്നെങ്കിൽ, ദൈവശബ്ദം കേൾക്കാനാവുന്നെങ്കിൽ, അബാനയും പർപ്പരും അല്ല നിനക്ക് വലുത്. പ്രവാചകൻ പറയുന്ന വാക്കുകൾ, ദൈവം പറയുന്ന വചനമാണ് നിനക്ക് വലുത്. ഹല്ലേലൂയ. ഈ അബാനയും പർപ്പരും ഒക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നാൽ ജീവിതത്തിൽ പലപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ഏത് രാത്രികാലത്ത് ഹൃദയത്തിലിരിക്കുന്ന അബാനയും പർപ്പരും ഒക്കെ ദൂരെ കളയണം. ദൈവപ്രവൃത്തി ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ, ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലിരിക്കുന്ന അബാനയും പർപ്പരും ദൂരെ കളയണം. ദൈവം പറയുന്ന വാക്കുകൾ അക്ഷരപ്രതി അനുസരിക്കുവാൻ തയ്യാറാണ്. പൂർത്തിക്കളയുക. ഹല്ലേലൂയ. പ്രവാചകൻ അവൻ വന്നപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്. അതിന്റെ 10-ാമത്തെ വാക്യം എടുത്തു വായിക്കേണ്ടതാണ്. വാക്യം 10. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയാകും. എന്നോട് പറഞ്ഞു തോന്നുന്നു, ശ്രദ്ധിച്ചേ. നിന്റെ ദേഹം പഴയതുപോലെയാകും. പക്ഷേ ഈ മനുഷ്യൻ ആദ്യം വിഘടിച്ചെങ്കിലും പിന്നീട് അനുസരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ലഭിച്ച വിടുതൽ നോക്കാം. 14-ാം വാക്യം. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെ ആയിരുന്നു. പ്രവാചകൻ പറഞ്ഞെന്താ? മുമ്പിലത്തെ പോലെ എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല സമയങ്ങളിൽ നീ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെയാ കാണുന്നത്? എന്താണ്? അവന്റെ ശരീരം ഒരു ചെറുബാലന്റെ ശരീരം പോലെ. ഹല്ലേലൂയ. ദൈവം പറയുന്ന വാക്കുകൾ അനുസരിച്ച ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുന്നത് അല്പമായ തോതിലല്ല, പൂർണ്ണ തോതിലാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് വിടുവിക്കുന്നത് ഭാഗികമായിട്ടല്ല, പൂർണ്ണ തോതിലുള്ള വിടുതലാണ്. ഹല്ലേലൂയ. 4-ാമത്തെ വിഷയം, ജീവിതത്തിലുണ്ടാകുന്ന അനുസരണക്കേടുകൾ പലപ്പോഴും ദൈവവചനത്തെ പൊട്ടിക്കളയുകയാണ്. ഈ 4 വിഷയങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ. 1, നമ്മുടെ ജീവിതത്തിലെ ദുരാഗ്രഹം. 2, നമ്മുടെ ജീവിതത്തിലെ മത്സരം. 3, നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരുന്ന ഉന്നതമായ ഭാവം. ഞാൻ ഉന്നതനാണ്. നയമാൻ ചിന്തിച്ചത് അങ്ങനെയാണ്. ഞാൻ ഉന്നതനാണ്, ഞാൻ വലിയവനാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ചിന്ത. മറ്റൊരു വിഷയം, ഞാൻ അനുസരണക്കേട്. ഇങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ളതായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു വചനം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ വചനം സംസാരിക്കുമ്പോൾ പറഞ്ഞേ വിടുതൽ നടക്കും, ദൈവിക രോഗശാന്തി നടക്കും. ഹല്ലേലൂയ. അവതര വചനമായി അവരെ സൗഖ്യമാക്കിയതാണ്. കർത്താവിന്റെ വചനത്തെ കുറിച്ച് പറയുന്നത്, ഈ ആയിരിക്കുന്ന വചനം വെറുതെ കടന്നു വരത്തില്ല, അത് ചില പ്രവർത്തികൾ ചെയ്യും. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നത് പാളയെ തകർക്കുന്ന ചുറ്റിയാണ്, തീ പോലെയാണ് ദൈവത്തിന്റെ വചനം. 7 വാതിനേക്കാളും മൂർച്ചയേറിയതാണ്. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദുരാഗ്രഹങ്ങളെ മാറ്റണം, അനുസരണക്കേടുകൾ മാറ്റണം, മറുതലിപ്പ് മാറ്റണം, ഉന്നത ഭാവം മാറ്റണം. വചനം കേട്ടാൽ അതിന്റെ പൂർണ്ണ തോതിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. പലപ്പോഴും ജീവിതത്തിൽ പൊട്ടിക്കളയുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാതിരാണ്. രാത്രികാലം എത്ര പേര് ആത്മാർത്ഥമായി ഒന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകും? എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നു? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവസ്ഥാനിൽ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസം ഉണ്ടെങ്കിൽ, പൊട്ടിക്കളയുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വളരെ പ്രയാസമാണ്. ഇന്ന് രാത്രിക്കാലം ഒരു മടങ്ങിയ വംശമാണ്. ജീവിതത്തിൽ വിശ്വാസം ഒന്ന് പുതുക്കണം, ജീവിതത്തിൽ വിശ്വാസം ഒന്ന് പുതുക്കണം. ആ പൊട്ടിക്കളയുന്ന അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റിക്കളയണം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണ തോതിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. നമ്മൾക്ക് വേണ്ടുന്ന ഭാഗം മാത്രം എടുത്ത് മറ്റൊരു ഭാഗം പൊട്ടിക്കളയാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ പിതാവ് യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകുന്നു. എന്റെ മകന് ചന്ദ്രലോകമാണ്, നീ അവനെ സൗഖ്യമാക്കണം. യേശു കർത്താവ് ഭൂതത്തെ നോക്കി അവനെ വിട്ടുപോകാൻ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവനെ സൗഖ്യം നൽകുവാനിടയാണ്. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നാൽ ഏത് മറുപടി ഇല്ലാത്ത വിഷയങ്ങൾക്കും മറുപടി ലഭിക്കും. ഹല്ലേലൂയ. നീ എവിടൊക്കെ ഓടിയാലും നിന്റെ വിഷയത്തിന് മറുപടിയില്ല. ഒരുപക്ഷെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ പോയാലും നിന്റെ വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല, ലോകത്തിന് ശമനം കിട്ടുന്നില്ല. യേശു കർത്താവിന്റെ അടുക്കൽ വന്നാൽ തീർച്ചയായും വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഏത് ഭാരപ്പെട്ട വിഷയമായിക്കൊള്ളട്ടെ, യേശു കർത്താവിന്റെ അടുക്കൽ സകല വിഷയത്തിനും മറുപടി ഇന്ന് രാത്രികാലവും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്കല്ല, ഒരു വിഷയത്തിനല്ല, മുഴുവൻ വിഷയങ്ങൾക്കും യേശു കർത്താവിന്റെ നാമത്തിൽ മറുപടി ഉണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിന്റെ തലവേദന മാത്രമല്ല, ക്യാൻസർ മാറ്റുവാൻ യേശു കർത്താവിന്റെ ശക്തനാ. ഹല്ലേലൂയ. പുറമേദന മാത്രമല്ല, നിന്റെ തലക്കകത്തിലെ സകല ഭാരങ്ങൾ മാറ്റുവാൻ യേശു കർത്താവ് ശക്തനാ. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചന കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിമിതപ്പെടുത്തരുത്, കൊട്ടിക്കളയരുത്. ദൈവം ചില വിടുതലുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടിയനിത എന്റെ ജീവിതത്തിൽ ചെയ്യണമേ കർത്താവേ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇന്ന് രാത്രികാലവും വിടുതൽ വെളിപ്പെടും. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ. യേശു കർത്താവ് മറഞ്ഞിരിക്കുന്ന ആ രോഗശക്തിയെ കണ്ടു. അതൊരു ഭൂതമായിരുന്നു. പലപ്പോഴും പല രോഗങ്ങളുടെയും കാരണം പൈശാചികമായ ശക്തി. ചികിത്സിച്ചാലൊന്നും പ്രയോജനമില്ല. യേശു കർത്താവിന് മനസ്സിലായി, ഈ മനുഷ്യൻ മകൻ ഭൂതത്താൽ ഉപദ്രവം കൊണ്ടിരിക്കുന്നു. ഭൂതത്തോട് പറഞ്ഞ് വിട്ടുപോകാൻ പറഞ്ഞു. രാത്രികാലം ഏത് ദുഷ്ടശക്തികളാണ് നിന്നെ കീഴ്പ്പെടുത്തുന്നത്, ശരീരത്തിൽ മേൽ വരിഞ്ഞു മുറുക്കുന്നത്? രാത്രികാലം യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള പാമ്പുകളെ, തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഇവയൊന്നും ഒരു നാളും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല എന്ന അധികാരം കൈമാറി തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞാൻ ശക്തമായിട്ട് വിളിച്ചു പറയാം. ഏത് രോഗമായാലും, ഏത് ദുഷ്ടശക്തിയായാലും, ഏത് അന്ധകാര ശക്തിയായാലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ വിടുതലെടുത്താൽ ഇന്ന് രാത്രികാലം വ്യക്തമായി വിളിച്ചു പറയാം. ദൈവപ്രവൃത്തി വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടും. ദൈവപ്രവൃത്തി കുടുംബാന്തരീക്ഷത്തിൽ വെളിപ്പെടും. ദൈവപ്രവൃത്തി സഭാന്തരീക്ഷത്തിൽ വെളിപ്പെടും. ഒരു വലിയൊരു മാറ്റം ഉണ്ടാകും. എത്ര പേര് രാത്രികാലം വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആ തലമുറയെ നോക്കും, ശിഷ്യന്മാരെ നോക്കും. യേശു കർത്താവ് പറയുകയാണ്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ. വാക്യം മുമ്പോട്ട് നീങ്ങിയിട്ട് പിന്നീട് ശിഷ്യന്മാരെ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുവാൻ സാധിച്ചു? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസമാണ്. എന്നിട്ട് അടുത്ത ഭാഗത്ത് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. കർത്താവ് പറഞ്ഞ എന്തോ വലിയ കാര്യമാണ്. ഒരു മല നീങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്നത്. അപ്പോഴാണ് ഈ കുഞ്ഞു രോഗം. ഒരു മല നീങ്ങിപ്പോകാൻ കഴിയുമെങ്കിൽ നിന്റെ ഈ രോഗം മാറുവാനുള്ളത് എന്ത് എളുപ്പമാണ്. നിന്റെ ഭാവിയുടെ വിഷയങ്ങൾ യേശു കർത്താവിന് എന്ത് ഈസിയാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. എന്താണ് ഈ കടുകുമണിയുടെ പ്രത്യേകത? കടുകുമണിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കടുകുമണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടുകുമണി 3000 സംവത്സരം ആയുഷ്കാലമുള്ളതാണെന്ന് ദൈവം പണ്ഡിതന്മാർ പറയുന്നത്. 2, ഈ കടുകുമണിയുടെ പ്രത്യേകത, ഇത് വീണ്ടും പിളർക്കുവാനായിട്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തെ വീണ്ടും ഭാഗിക്കാൻ കഴിയത്തില്ല.
അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ 13-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. യേശു കർത്താവിന്റെ ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ വാക്യം ഇപ്രകാരമാണ്. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. കടുകുമണി എല്ലാ വിത്തിലും ചെറുതെങ്കിലും അത് നിലത്തിട്ട് കഴിഞ്ഞാൽ, അത് വളർന്നാൽ, അത് പന്തലിച്ചാൽ എല്ലാ വൃക്ഷത്തിനും വലുതാവും. അതിൽ പറവകളും മറ്റു ജീവജാലങ്ങളും വന്നിരിക്കും. നോക്കൂ, കടുകുമണി അത് ഇടുമ്പോൾ ഏറ്റവും ചെറുതാണ്. പക്ഷെ അത് വളർന്നാൽ, വലുതായാൽ ഒരു വലിയ വൃക്ഷമായി. ഇതാ വിശ്വാസം, ഇതാ വിശ്വാസം. പലപ്പോഴും ദൈവവചനം പറയുമ്പോൾ നാം ഏറ്റെടുക്കും, കർത്താവേ ഒന്നും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നോട് പറയുക, നിന്റെ രോഗസൗഖ്യമാകും. ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും കാണുന്നില്ല. കടുകുമണിയോട് വിശ്വാസം. പക്ഷേ നാളുകളിൽ ഞാൻ പുറത്തിറങ്ങുന്ന ഈ രോഗം മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു വലിയൊരു വൃക്ഷമായി തീർന്നു. എനിക്ക് മനസ്സിലായി. ഇന്നലകളിൽ ഞാൻ ഈ പാകിയ ചെറിയ ആ കടുകുമണിയോട് വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് ഈ വിടുതലിന്റെ മൂലകാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഓ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കും. വലിയ വിശ്വാസമൊന്നും വേണമെന്നില്ല. കടുകുമണിയോടുള്ള വിശ്വാസമുണ്ടെങ്കിൽ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രികാലം സംഭവിക്കും. കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കടുകുമണിയോട് ഒരു വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ ജീവിതത്തിൽ ദൈവം ഇത്ര ഉയർത്തിയെങ്കിൽ എന്റെ കഴിവും എടുക്കും ഒന്നുമല്ല. ഒരു കാര്യം മാത്രം, ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞാൽ അതിന്റെ സത്യതകളെ ആരായാതെ, അത് പൊട്ടിക്കളയാതെ ജീവിതത്തിൽ ഞാൻ അത് ഏറ്റെടുക്കും. രാത്രികാലം ദൈവിക ദൂത് ഏറ്റെടുക്കണമെങ്കിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ദൈവപ്രവൃത്തി നമ്മിലേക്ക് ഇറങ്ങി വരിക. ഈ പറയുന്ന വാക്കുകൾ പറയുന്ന സെക്കൻഡിൽ തന്നെ ദൈവിക അഭിഷേകം നമ്മിലേക്ക് ഇറങ്ങി വരിക. അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ആരംഭിക്കാൻ തുടങ്ങിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ചേർന്ന് പറഞ്ഞു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകില്ല എന്ന് പറഞ്ഞാൽ, ആത്മീക ജീവിതത്തിൽ ജയാളിയായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ, ചില വിടുതലുകളൊക്കെ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് ജീവിതത്തിൽ ഉപവാസം വേണം. ഹല്ലേലൂയ. രണ്ട്, ജീവിതത്തിൽ പ്രാർത്ഥന വേണം. ഇതൊരു മാജിക് പരിപാടി അല്ല ഇത്. ഹല്ലേലൂയ. ഇതൊരു ഒരു സ്റ്റേജ് ഷോ അല്ല ഇത് വേദനിക്കുന്ന ജീവിതങ്ങളെ കരയുന്ന ദൈവത്തിലെ ഇത് ദൈവസേന ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവസേന പ്രാപിക്കുന്ന അഭിഷേകമാണ്. ആ അഭിഷേകത്താലാണ് ഈ രാത്രികാലവും വിടുതൽ വരുന്നത്. ഹല്ലേലൂയ. കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ഞാൻ എടുത്തതിന്റെ ഭാഗത്ത് ചേർത്തൊരു ഭാഗം എടുത്തു വായിക്കണമെന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കുക. ഒരു മാതാവിനെ കാണുന്നു, ഹന്ന പ്രവാചി. അവരുടെ ജീവിതത്തിൽ ദേവാലയം വിട്ടുപിരിയാതെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ചേർത്ത് പറയുന്നു, ആരാധന കഴിച്ചുമ്പോൾ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവിടെ യേശു കർത്താവിനെ കരങ്ങളിൽ എടുത്തു, അവനെ കണ്ട് സന്തോഷിച്ചു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉപവാസം ആവശ്യമാണ്. പലപ്പോഴും ഉപവാസമില്ലാതെ ദൈവപ്രവൃത്തിയിലേക്ക് ഇറങ്ങുവാൻ സാധ്യമല്ല. പ്രാർത്ഥനകളില്ലാതെ ദൈവപ്രവൃത്തിയിലേക്ക് ഇറങ്ങുവാൻ സാധ്യമല്ല. ആരാധനയില്ലാതെ ദൈവപ്രവൃത്തിയിലേക്ക് ഇറങ്ങുവാൻ സാധ്യമല്ല. രാത്രികാലം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരും. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയിൽ ദൈവത്തിന്റെ കോട്ടിക്കളയുന്ന അവസ്ഥകൾ മാറ്റണം. എല്ലാ കണ്ണുകളും ദൈവസ്ഥരാണ്. രാത്രികാല ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാവും. കർത്താവിൽ പലപ്പോഴും ജീവിതത്തിൽ അവിശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വചനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൂതുകൾ. പലപ്പോഴും ജീവിതത്തിൽ അവിശ്വാസം, പലപ്പോഴും ജീവിതത്തിൽ കോട്ടിക്കളയുന്ന സ്വഭാവം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം ആ അനുഭവത്തിൽ ഞാൻ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ
ദൈവം പ്രവൃത്തി ശക്തമായിട്ട് വെളിപ്പെടുമെന്ന് ഈ രാത്രികാലം ദൈവത്തിന് ആത്മാവ് നമ്മെ കേൾപ്പിച്ചു. എത്ര പേര് വിശ്വസിക്കും? വലിയ വിശ്വാസമൊന്നുമല്ല, വലിയ വിശ്വാസമൊന്നുമല്ല, ചെറുത്, തീരെ ചെറുത്, കടുകമണിയോളമുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ജോലി മേഖലയുടെ വിഷയമായിരിക്കാം, തലമുറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഈ രാത്രികാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. കടുകുമണി സകല വ്യക്തിയിലും ചെറുതെങ്കിൽ അത് വളർന്നു വരുമ്പോൾ സകല വൃക്ഷങ്ങളിലും വലുതായി തീർന്നു. ഇന്ന് രാത്രികാലം ഹൃദയത്തിലേക്ക് പാകുന്ന വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും ചെറുത്, പക്ഷെ അത് ഔട്ട്കം ചെയ്യുന്നത്, പുറത്തു വരുന്നത് ഏറ്റവും വലിയ വിടുതലാണ്. ജീസസ് രാത്രികാലം ആത്മാവ് പറയുകയാണ്, ഓ ചില ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് തലമുറകളുമായി ബന്ധപ്പെട്ട് ദൈവം അസാധാരണമായ വിടുതലുകൾ ചെയ്യാൻ പോവുകയാണ്. Jesus' name. നീ ഒരു ചെറിയ വിടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്, പക്ഷെ ദൈവം ചെയ്യുന്നത് വലിയ വിടുതലാണ്, വലിയ വിടുതലാണ്. ഒരു ചെറിയ രോഗസൗഖ്യമാണ് നീ ആഗ്രഹിക്കുന്നത്, പക്ഷെ കർത്താവ് വൻ കാര്യങ്ങൾ ഇന്ന് രാത്രികാലം മുതൽ ചെയ്യുവാൻ ആരംഭിക്കുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ഓ ഇന്ന് രാത്രികാലം അവിശ്വാസം മാറട്ടെ, ഇന്ന് രാത്രികാലം കോട്ടിക്കളയുന്ന ഹൃദയ സ്വഭാവം മാറട്ടെ, ദൈവിക വിടുതൽ ഹൃദയ ഫലങ്ങളിൽ തറയ്ക്കട്ടെ. ചില വിടുതലുകൾ ജനം ഈ രാത്രികാലം ഏറ്റെടുക്കട്ടെ. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും, നാളുകളായി ആരാധിച്ചിട്ടും, നാളുകളെ കൂട്ടായ്മകൾ സംബന്ധിച്ചിട്ടും മറുപടി ലഭിക്കാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് രാത്രികാലം ഈ കരങ്ങൾ കോർത്തു പിടിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരു ദൈവത്തിൽ നിന്ന് മറ്റൊരു ദൈവത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ച് ഇന്ന് രാത്രികാലം തന്നെ അത്ഭുതങ്ങളുടെ, ദൈവപ്രവൃത്തിയുടെ, രോഗസൗഖ്യങ്ങളുടെ ആരംഭങ്ങൾ ഇപ്പോൾ മുതൽ യേശുവിന്റെ നാമത്തിൽ മാതാപിതാക്കളുടെ ചെറുപ്പക്കാരുടെ ഇപ്പോൾ വെളിപ്പെടട്ടെ, അത് ആരംഭിക്കട്ടെ. In the name of Jesus.